ഹായ് ഓൾ, ചെറിയൊരു ഗാർഡൻ സെറ്റിംഗ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് ഇത് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം. ഗാർഡൻ സെറ്റ് ചെയ്യാൻ കാരണം ഒരുപാട് കാലമായി ഞാൻ ഈ ഭാഗം തന്നെ തിരിഞ്ഞ് നോക്കാത്തത്. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് നമ്മളേതായ ഒരുപാട് എന്താ പറയുക, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും വേണ്ട, ഒന്നും നമുക്ക് ക്ലീനാക്കാനും ഒരു ജോലി ചെയ്യാനും ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഗാർഡൻ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു സംതൃപ്തിയും സമാധാനവും കിട്ടും. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. നമുക്ക് ഗാർഡൻ സെറ്റാക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. അങ്ങനെയൊക്കെയാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്. എൻ്റെ ഗാർഡനെല്ലാം ഒരു ഭാഗം മാത്രമാണിത്. ആവശ്യത്തിനൊരു ചെറുതായിട്ടുള്ളൊരു മുറ്റമുണ്ട് എനിക്ക്. ആ മുറ്റത്ത് അത്യാവശ്യം ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി, ഞാനും ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഒന്ന് വെക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും ഇത് സ്ക്രീൻ നീക്കി കാണാൻ നിൽക്കരുത്. എല്ലാവരും നന്നായിട്ട് തന്നെ ഒന്ന് കണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ മോനും, കുഞ്ഞു മോനായിട്ട് എൻ്റെ മോൻ്റെ മോനാണത്. ആ മോന് ഞങ്ങളൊന്ന് എടുക്കുമ്പോൾ 10 ജോലി അവനും ചെയ്തിരുന്നുണ്ട്. ഒന്ന് മാമൻ്റെ ഭാര്യ, ഒന്ന് എൻ്റെ മകൻ്റെ ഭാര്യ. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാണിച്ചാൽ, സൂം ചെയ്ത് കാണിക്കാത്തത് ഒരുപാട് കച്ചറയുണ്ട് ആ തെങ്ങിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ക്ലീനാക്കിയിട്ട് തന്നെ കാണിച്ചു തരാം. മോൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. മണ്ണൊക്കെ വാരിയിട്ടും ഞങ്ങളുടെ അടുത്തുനിന്ന് കോടാളി വാങ്ങിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. അവൻ നമ്മളെ കൂടെ തന്നെ ഇട്ടാലേ പറ്റൂ, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഇങ്ങനെ നടന്നങ്ങ് പോയി എങ്ങോട്ടെങ്കിലും പോയി കളയും. നായ്ക്കൾ ഒരുപാടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പം ഞങ്ങളിടയിൽ തന്നെ കളിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ എന്ന് കരുതിയാണ് അവനെയും ഈ ഗാർഡൻ സെറ്റാക്കാൻ വേണ്ടി കൂട്ടിയത് കേട്ടോ. അപ്പോൾ അവനൊരു ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്, ഞങ്ങളൊരു ഭാഗത്തുനിന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ പുല്ലൊക്കെ പറിച്ച് ചെടിയൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കി ഒന്ന് ക്ലീനാക്കി, നടിച്ചൊക്കെ വാരി ക്ലീനാക്കുന്നുണ്ട്. ഓൻ്റെ ഭാര്യ നന്നായിട്ട് പുല്ല് പറിച്ചൊക്കെ ക്ലീനാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും ചൂലെടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ചു വാരി ആ ഭാഗം മൊത്തം അടിച്ചു വാരി. ഇതൊരു ഭാഗമാണ്, ഒരു ഭാഗം മാത്രമാണിത് ചെയ്യുന്നത്. നാളെ ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗവും ഞാൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഏകദേശം ക്ലീനാക്കി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിഷമിച്ചിരുന്നിട്ടും നമ്മൾക്ക് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും ഓരോരോ പ്രയാസങ്ങളുണ്ട്. അതേപോലെ എൻ്റെ വീട്ടിലും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മോൻ്റെ പറയുന്നത്, നമുക്കൊന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി കാണുമ്പം തന്നെ മനസ്സിനൊരു നല്ലൊരു സമാധാനം കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെറുതെ ഒന്ന് മൂഡ് ഓഫ് ആയിരിക്കാതെ നമ്മളെ വീട് ക്ലീൻ ചെയ്യുകയും നമ്മളെ മുറ്റം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് മനസ്സമാധാനം കിട്ടും. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിനായിട്ട് ഇറങ്ങി കഴിയുമ്പം തന്നെ നമുക്ക് നല്ലൊരു റാഹത്ത് മനസ്സിന് കിട്ടും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുമ്പം തന്നെ ഒരു ഭംഗിയല്ലേ, ഗാർഡനല്ലേ. ആ ഗാർഡൻ കാണുമ്പോൾ തന്നെ നമ്മൾ രാവിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം തന്നെ കാണുന്നൊരു ഭാഗമാണിത്. ആ ഭാഗം ഒരു ഐശ്വര്യമായിട്ട് കാണാൻ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയും ഒരാഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അത് രാവിലെ തന്നെ ബിസ്മിയും കൂട്ടി വാതിൽ തുറക്കുമ്പോൾ ആഹാ എന്തൊരു ഭംഗിയായിരിക്കും ആ ഭാഗം കാണാൻ. അപ്പോൾ അങ്ങനെയാണ് ആ ഭാഗം ഞാൻ ക്ലീനാക്കി ചെയ്യുന്നത്. ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോഴത്തേക്കും
ഞാൻ കുറച്ച് മണ്ണൊക്കെ വാരി, ഇവിടെ കുറച്ച് വെള്ള മണ്ണാണെന്ന് ഞങ്ങൾ പറയും. നിങ്ങളുടെ നാട്ടിലെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ചുവന്ന മണ്ണല്ല, വെളുത്ത പൂയി, അതാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പാത്രത്തിലാക്കി ഞാൻ വാരി ഒരു സൈഡിലാക്കി വെക്കട്ടെ. ശേഷം മണ്ണൊക്കെ ഇട്ട് നമ്മുടെ അഗ്ലോണിമയും കുറച്ച് ഫേണും അങ്ങനത്തെ ചെടികളാണ് എൻ്റെ കയ്യിലുള്ളത്. അതൊക്കെ ഒന്ന് ആ ചട്ടിയിലൊന്ന് സെറ്റാക്കി വെക്കണം. മോനൊരു ഭാഗത്തു നിന്ന് മണ്ണ് ഞാൻ വാരുന്നൊക്കെ ഉണ്ട്. ചട്ടിയിലൊക്കെ വാരി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുന്നുണ്ട്. നല്ലോണം അധ്വാനിക്കുന്നുണ്ട് ഓനും. നല്ലപോലെ അധ്വാനിക്കും. ഞങ്ങളെങ്ങനെ അധ്വാനിക്കുന്നു അതേപോലെ തന്നെ അവനും അധ്വാനിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കണ്ടിട്ട് നമ്മളെ മക്കളും പഠിക്കുമല്ലോ, അതൊക്കെയല്ലേ വേണ്ടത്. അപ്പോൾ അവനും അതേപോലെ തന്നെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും ഇതേപോലെ തന്നെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പം നല്ല 2-3 ദിവസമായാലും നല്ലൊരു വെയിൽ ഞങ്ങൾക്കുണ്ട്, മഴ കുറവാണ്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലീനായിട്ട് കാണും. എപ്പോഴും മഴ തന്നെ ആയിക്കഴിഞ്ഞാൽ അവിടെ ക്ലീനാക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഇന്ന് നല്ലൊരു വെയിൽ കണ്ടുകൊണ്ടാണ് ക്ലീനാക്കാൻ നിന്നത്. അതേപോലെ നിങ്ങളും വെറുതെ ഇരിക്കാതെ ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അവിടെയൊക്കെ ക്ലീനാക്കി അടിച്ച് വാരി സെറ്റാക്കി വെക്കുക. അപ്പോൾ ഏകദേശം ഞങ്ങൾ സെറ്റാക്കി മണ്ണൊക്കെ ഇട്ട് ഏകദേശമൊക്കെ റെഡിയായി വന്നു. ആ തെങ്ങിൻ്റെ ഭാഗത്താണ് ഫുള്ളും കാട്ടങ്ങളും ചെടികളും. ആ ചെടികൾ തന്നെയാണ്, പക്ഷെ ഫുള്ളും ആ ചെടി നീക്കാതെ വെച്ചിട്ടാണ് അങ്ങനെ കാട് പോലെ ആയത്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ. അപ്പോൾ ക്ലീനാക്കി ഒരു ഭാഗം മൊത്തം ക്ലീനാക്കി കഴിഞ്ഞു. 2 ഫിഷിൻ്റെ ടാങ്കി ഉണ്ട്. ഒന്നിൽ വലിയ ഫിഷും ഉണ്ട്, ഒന്നിൽ ചെറിയ ഫിഷും ഉണ്ട്. ആ ചെറിയ ഫിഷിൻ്റെ ചെടികളൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതിലുള്ളത്. ഇത് ശാനക്കൊമ്പ് എന്നൊരു ചെടിയാണ്, അതാണ് ഫസ്റ്റ് വെച്ചത്. പിന്നെ അഗ്ലോണിമയും കുറച്ച് വെറൈറ്റി ഫേണുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിരത്തി ഓരോ ചട്ടികളിലാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തു. ഏകദേശം ഞങ്ങളെ പണി കഴിയാറായി. മോനും മോൻ ആകെ തളർന്ന് അവശയായിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട്. പക്ഷേ നമ്മളൊന്നും ശല്യം ചെയ്യുന്നില്ല. ഓനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു കുറച്ച് ജ്യൂസ് അടിച്ചുകൊണ്ട് തരാൻ, നല്ല ക്ഷീണം പിടിച്ചു പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് ജ്യൂസ് കുടിക്കുകയാണ്. മോന് നല്ല ക്ഷീണം പിടിച്ച് മോന് നല്ലോണം 2 ഗ്ലാസ് ജ്യൂസ് ഓനും കുടിച്ചു. ഞങ്ങളെല്ലാവരും മാങ്ങ ജ്യൂസ് കുടിച്ച് അടിപൊളിയായി, ഒന്നും കൂടി ഉഷാറായി. ഞങ്ങളെ ഫൈനലാണിനി, ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരും. കുറച്ചും കൂടി പണിയുണ്ട്. കുറച്ചും കൂടി മണ്ണൊക്കെ നല്ല സെറ്റാക്കി ഇട്ടിട്ട് വേണം കുറച്ചും കൂടി കല്ലൊക്കെ നിരത്തി വെക്കാൻ. ഇതെൻ്റെ മൂത്ത മോൻ്റെ ഫിഷാണ്. അവന് കുഞ്ഞു മീനെ വാങ്ങിയിട്ടതാണ്. ഇതൊക്കെ വലിയ മീനാണ്. ഇതിൽ വലിയ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയില്ല. അത് അവന് കൈയിടുന്ന ഭാഗത്തേക്ക് അത് ഓടി വന്ന് അതിന് ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് ആ മീൻ ഓടി വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മീൻ അവൻ്റെ അടുത്തേക്ക് കൈയിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നല്ല ഫേണാട്ടോ. ഇത് നല്ലൊരു ചെടിയാണ്, വെള്ളത്തിൽ വളരുന്ന നല്ലൊരു ചെടിയാണ്. ഇതെനിക്ക് ആ ചെടീൻ്റെ പേരറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. ആരും ഒന്നും ഒരു കമൻറ്റും ഇടാതെ നിൽക്കരുത്. എന്താ കണ്ട മീൻ കണ്ട, നല്ല മീനുണ്ട് ഇതിൽ, നല്ല വലിയ മീനൊക്കെ ഇടാം. എന്ത് നല്ല സ്റ്റൈലുള്ള മീനാണ്, നല്ല അടിപൊളി. ഈ ചിപ്സൊക്കെ പുള്ളി പോലത്തെ ഒരു മീനാണ് ഇതിലുള്ളത്. കുഞ്ഞു മീനൊക്കെ കൊണ്ടാന്നിട്ട് വലുതായത്. എനിക്ക് ഒരുപാട് ഇതിൽ പ്രസവിച്ച് നല്ല മക്കളും ഉണ്ട്. കുഞ്ഞു മക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. മക്കളെ മാറ്റി ഇപ്പുറത്തെ വെള്ളത്തിലേക്ക് ഇടലുണ്ട്. അവിടെ വലിയ മീനുണ്ട്. മീനൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഞങ്ങളെ ഫൈനൽ ലുക്ക്. ഏകദേശം ഫൈനൽ ലുക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കല്ലും സാധനങ്ങളൊക്കെ നിരത്തി വെക്കാനുണ്ട്. ആ വീഡിയോ എടുക്കാൻ ഒരാളില്ലാത്ത കൊണ്ടാണ് ലാസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇത് ലാസ്റ്റ് ഫൈനൽ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു സംതൃപ്തി തോന്നും. അടിപൊളിയാക്കി ഏകദേശം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്തിങ്ങനെ സെറ്റ് ചെയ്ത് ക്ലീനാക്കി വെക്കുമ്പോൾ തന്നെ
നല്ലൊരു മനസ്സിന് സംതൃപ്തിയും പ്രയാസങ്ങളൊക്കെ മാറി നമ്മളെ വീട് രാവിലെ വീട് ബിസ്മിയും കൂട്ടി ഓപ്പൺ ആക്കുമ്പം തന്നെ നല്ലൊരു സ്റ്റൈല് ഇപ്പം തോന്നില്ലേ നിങ്ങൾക്ക്? ലാസ്റ്റ് ഫൈനലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്ത് ഇതേപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഓക്കേ.